അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. കൈപ്പിടി പോയി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടിരുമ്പോഴത്തേക്കും പിള്ളേർക്ക് എന്തൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കടികൾ ചായക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പുമാവ് കേട്ടോ. അപ്പം രാവിലെ ഏത്തപ്പഴം മുഴുവൻ കൊടുത്തു. ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. രാവിലെ സാധാരണ എല്ലായിടത്തും രാവിലെയല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കണം. അപ്പം ഞാനൊന്ന് വെറൈറ്റി മാറ്റി പിടിച്ചു. എന്നാമേ അപ്പം റവ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഉപ്പുമാവൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അതിനകത്ത് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കറി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, ഇതൊക്കെ പിന്നെ ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനം കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ നെയ്യ് ഒഴിച്ച് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി വഴഞ്ഞി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെള്ളം ഒഴിക്കുക. ഇതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്തോ പറയണേ, ഈ ചെറിയ സംഭവങ്ങളിലൊക്കെ അറുത്തിട്ട് എള്ള് ചേർത്ത് കൊടുക്കാം. എനിക്കൊരു എള്ളുണ്ട്, പക്ഷേ ഞാൻ എള്ള് ചേർക്കുന്നില്ല. എള്ള് ചേർത്ത് അവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എള്ള് ചേർക്കുന്നില്ല. ചേർത്ത ടേസ്റ്റ് എനിക്കിഷ്ടം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതാ ഇതിട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമ്മുടെ തേങ്ങയും കൂടി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാവേ. നിങ്ങളെല്ലാവരും ഉപ്പുമാവിന് പഴമൊക്കെ കൂട്ടിയായിരിക്കും കഴിക്കണം അല്ലേ, അല്ലെങ്കിൽ കടലയൊക്കെ കൂട്ടി. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടം ഇത്തിരി മധുരം ചേർത്തിട്ട്, അതായത് ഇത്തിരി പഞ്ചസാര ഈ ഉപ്പുമാവിന് മേലേക്കിടെ ഇങ്ങനെ തൂളി കൊടുക്കും. എന്നിട്ട് അത് വെറുതെ ഇങ്ങനെ കോരി കഴിക്കാനാണ് എനിക്കിഷ്ടം. ഇനി ഇവർക്കൊക്കെ പഴം ഇഷ്ടമാണ്, അതുകൊണ്ട് അവർ പഴം കൂടി കഴിക്കും. ഞാൻ വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കും. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. പണ്ടൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ മമ്മിക്ക് ഇങ്ങനെ ഇതുണ്ടാക്കി വയ്ക്കുമായിരുന്നു, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു, പുട്ട് ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു, ഇഡലി ഉണ്ടാക്കി വയ്ക്കും, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതല്ലേ, പിന്നെ ഇതൊക്കെ വൈകുന്നേരമാണോ കഴിക്കുന്നത്? വൈകുന്നേരം വല്ല പഴംപൊരി, സുഖിയൻ ബോണ്ട, അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ എന്നൊക്കെ വിചാരിക്കുവേ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഇലയുടെ ആയിരിക്കും, അല്ലെങ്കിൽ കൊഴുക്കട്ട ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ചക്കയപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്ന സംഭവം വൈകിട്ട്, ഇന്ന സംഭവം രാവിലെ, അങ്ങനെയൊന്നും പ്രത്യേകതയൊന്നുമില്ല. പിന്നെ എന്താ വേറെ എന്നാ, പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കൊച്ചിനെ വിളിക്കാൻ പോകണം. 4 മണി 3:55 സ്കൂൾ വിട്ട് മുകളിൽ വരും. അപ്പോൾ അവിടെ വിളിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 4:30 ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു നമ്മുടെ പാങ്ങൂർ പള്ളിയിൽ ഒരു മരണം, അവിടെ ഫ്യൂണറലുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് റെഡിയാക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് വൈകിട്ട് ചായക്ക് കടി? ഇപ്പോൾ നല്ല തോർച്ചയായിരുന്നു കേട്ടോ. ഇപ്പം ദിവസമായി, എത്ര മാസമായി, എനിക്ക് തോന്നുന്നു നെയ്യ് ആദ്യം തുടങ്ങിയ മഴയാണ്. ഈ ഒരു 10-ാം തീയതി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാട്ടോ. ഇവിടെയൊക്കെ ഒരു 10-ാം തീയതി കഴിഞ്ഞപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങി. പിന്നെ അങ്ങ് കണ്ടിന്യൂസ് 15-ാം തീയതി ആയപ്പോഴത്തേനും നല്ല മഴ തുടങ്ങി. അങ്ങനെ മഴ അങ്ങ് പെയ്ത് നമുക്ക് ഭയങ്കര ശല്യമായിരുന്നു മഴ. അപ്പോൾ നമ്മൾ ഉപ്പുമാവിൻ്റെ എന്തെങ്കിലും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് കേട്ടോ, നന്നായിട്ട് വെട്ടി തിളച്ച്. ഇനി ഈ പൊടിയിടാം, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇനി വെള്ളം പറ്റി പോകില്ലേ. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കിട്ടിയെന്നാണ് പറയാവുന്നത്. അപ്പോൾ ഞാനിനി ഇതിട്ടിട്ടൊന്ന് ഇളക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കൊച്ചിനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഉപ്പുമാവ്.